വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾക്ക്, അധ്യാപകർക്ക്, അനധ്യാപകർക്ക്, പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്ക് നമസ്കാരം. തൃപ്പൂണിത്തുറ ഭവൻസ് മുൻഷി വിദ്യാശ്രമത്തിൻ്റെ ഓണാഘോഷ പരിപാടികളുടെ ഭാഗമായി ഇന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ ഏറെ സന്തോഷം. നിങ്ങൾ വിദ്യാർത്ഥികളെല്ലാം വർണ്ണമനോഹരമായിട്ടുള്ള ഓണാഘോഷത്തിൻ്റെ വേഷപ്പകർച്ചയോടുകൂടി വന്നെത്തിയിരിക്കുന്നത് കണ്ടു. ഏറ്റവും എൻ്റെ ഹൃദയത്തെ ആകർഷിച്ചത് അവിടെ ഒരു തിരുവാതിരക്കളി കാണാൻ സാധിച്ചു. അതിൽ എനിക്ക് തോന്നുന്നു 72 കുട്ടികളാണ് അതിൽ പങ്കെടുത്തിരിക്കുന്നത്. അതിൽ പിന്നണിയിൽ പ്രവർത്തിച്ചിട്ടുള്ള ടീച്ചേഴ്സിൻ്റെ ഭാവനയും ക്രിയേറ്റിവിറ്റിയും അവരേറ്റവും സിസ്റ്റമാറ്റിക്കായിട്ട് പഠിപ്പിച്ച് അവതരിപ്പിക്കുന്നതിലുള്ള താല്പര്യവും ഒപ്പം കുട്ടികളുടെ അതിനോടുള്ളൊരു ഇൻട്രസ്റ്റും ഒക്കെ ആ കലാരൂപം അവതരിപ്പിച്ചിൽ കണ്ടു. അതിൽ പങ്കെടുത്തവർക്കും അത് കണ്ടു നിന്നവർക്കും എൻ്റെ വക ഒരു അഭിനന്ദനം, ഒരു കയ്യടി. നമുക്കറിയാം, ഓണം കേരളത്തിൻ്റെ വസന്തമാണ്. മലയാള നാട് പുഞ്ചിരി തൂകുന്ന പൂക്കാലമാണ്. ഓണക്കളികളും ഓണപ്പാട്ടും ഓണസദ്യയും ഓണക്കോടിയും ഓണത്തിന് എല്ലാവരും ചേർന്നുള്ള ഒത്തുചേരലും എല്ലാം കൂടിച്ചേർന്ന് നമ്മുടെ ജീവിതത്തിൽ തന്നെ ഏറ്റവും അവിസ്മരണീയമായിട്ടുള്ളൊരു അനുഭവമായി മാറാറുണ്ട് ഓരോ ഓണക്കാലവും. ഇപ്പം ചെറുപ്പം മുതലേ വിദ്യാർത്ഥികളായി നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ബാല്യകാലം ആഘോഷിക്കുവാനുള്ള സമയമാണ് 10 ദിവസത്തെ ഓണം അവധിക്കാലം. നമുക്ക് ഈ പഠനത്തിൻ്റെ ഭാരമൊക്കെ മാറ്റിവെച്ച് നല്ല ഭക്ഷണം കഴിച്ച് നല്ല ഉടുപ്പുകൾ അണിഞ്ഞ് നല്ല വിനോദങ്ങളിൽ ഏർപ്പെട്ട് ഓണം ഗംഭീരമായിട്ട് ആഘോഷിക്കാൻ പറ്റുന്നൊരു ഉത്സവമായതുകൊണ്ട് നമുക്ക് ഏവർക്കും ഓണം വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. നമ്മുടെ നാടായ കേരളം ലോകം മുഴുവനുള്ള ജനങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്ന വിധത്തിൽ ഒരുപാടധികം വിഭവ സമൃദ്ധിയുള്ള ഒരു പ്രദേശമാണ്. അതുകൊണ്ടാണ് വിനോദസഞ്ചാരികൾ ഒട്ടനേകം പേർ നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നത്. ഇവിടുത്തെ പ്രകൃതി ഭംഗിയും ഇവിടുത്തെ കേരളീയ കലകളുടെ മഹത്വവും ഭക്ഷണത്തിൻ്റെ വൈവിധ്യതയാർന്ന രുചിയും ഇവിടുത്തെ പുഴകളും നദികളും മലകളും മരങ്ങളും കാട്ടാറുകളും കൊച്ചരുവികളും നാട്ടിൻപുറവും നഗരവും എല്ലാം ചേർന്ന് നമ്മുടെ നാടിന് കൊടുക്കുന്ന അതിമനോഹരമായിട്ടുള്ള അനുഗ്രഹീതമായിട്ടുള്ള ഒരു ദൃശ്യഭംഗി, അതെത്രയോ ആളുകളെയാണ് നമ്മുടെ നാട്ടിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നത്. എത്രയോ കവികൾ നമ്മുടെ നാടിനെ പ്രശംസിച്ചും പുകഴ്ത്തിയും വാഴ്ത്തിയും കവിതകൾ എഴുതിയിരിക്കുന്നു, പാട്ടുകൾ എഴുതിയിരിക്കുന്നു. എന്നാൽ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. മലയാളികൾ എന്ന നിലയിൽ, മലയാളി കുട്ടികൾ എന്ന നിലയിൽ മലയാള ഭാഷയെ, മലയാളിത്വത്തെ, മലയാളത്തിൻ്റെതായിട്ടുള്ള കലകളെ, ഉത്സവങ്ങളെ നിങ്ങൾ എത്രത്തോളം അടുപ്പത്തോടുകൂടി അറിയാൻ ശ്രമിക്കുന്നുണ്ട് എന്നൊരു ആത്മപരിശോധന നടത്തണം. നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഇന്നിവിടെ കണ്ട കലാരൂപങ്ങളെല്ലാം അതിന് തെളിവാണ്. എനിക്ക് തോന്നുന്നു ഇനിയുമുണ്ട്. പുലിക്കളിയും വഞ്ചിപ്പാട്ടും നൃത്തരൂപങ്ങളും എല്ലാം അവതരിപ്പിക്കാൻ പോകുന്നു. സംസ്കൃതത്തിൽ ഒരു ചൊല്ലുണ്ട്, യഥാ രാജ തഥാ പ്രജ. എന്ന് വെച്ചാൽ ആരാണോ ഭരിക്കുന്ന ആള്, അയാളുടെ റിഫ്ലക്ഷൻ ഉണ്ടാവും അവിടുത്തെ ജനങ്ങളിൽ. ആരാണോ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത്, ആരാണോ നേതൃത്വം നൽകുന്നത്. എനിക്ക് വളരെ സന്തോഷത്തോടെ പറയാൻ സാധിക്കും, ഈ കലാലയത്തിന് നേതൃത്വം നൽകുന്നവർ, പ്രത്യേകിച്ചും പ്രധാന അധ്യാപികയായിട്ടുള്ള ലത മേഡം ഉൾപ്പെടെയുള്ളവരുടെ കലാവാസന, മേഡം അത്യാവശ്യം നല്ല സംഗീതവാസനയുള്ള ആളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരുടെ ക്രിയേറ്റീവ് മൈൻഡ്, അതുപോലെ കുട്ടികളെ സ്നേഹപൂർവ്വം വാത്സല്യപൂർവ്വം അധ്യാപകരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് പറയുവാൻ, അങ്ങനെ ഒത്തുചേർക്കുവാനുള്ള ഒരു മനസ്സിന്റെ പ്രതിഫലനം ഇവിടുത്തെ എല്ലാ കാര്യങ്ങളിലും കാണാൻ സാധിക്കുന്നു. നമ്മുടെ നാട് തൃപ്പൂണിത്തുറയാണ്. തൃപ്പൂണിത്തുറ ഓണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രശസ്തിയുള്ള സ്ഥലമാണ് കേരളത്തിൽ. തൃപ്പൂണിത്തുറയിലെ അത്തച്ചമയം ലോക പ്രശസ്തമാണ്. ഇനി തൃപ്പൂണിത്തുറ കഴിഞ്ഞാൽ തൃക്കാക്കര ഇവിടെ തൊട്ടടുത്തുള്ള സ്ഥലമാണ്. നമ്മൾ എത്രയോ ബ്ലെസ്ഡ് ആണെന്ന് ആലോചിക്കൂ, എത്രയോ അനുഗ്രഹീതരാണ്. കേരളം മുഴുവൻ ഓണത്തെ ഉറ്റുനോക്കുന്ന കലാരൂപങ്ങളുടെ, കേരളീയ കലകളുടെ സമന്വയം കാണാൻ നമുക്ക് ഇവിടുത്തെ കുറച്ചിട്ട് നടന്നു പോയാൽ മതി. അത്തച്ചമയത്തിൽ എത്രയോ ടാബ്ലോസ്, പ്രച്ഛന്ന വേഷങ്ങൾ, പെരുമ്പറ മുഴക്കിക്കൊണ്ടുള്ള വിവിധ കലാരൂപങ്ങളെല്ലാം അരങ്ങേറുന്ന നാട്ടിൽ, നഗരിയിൽ നിൽക്കുമ്പോൾ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്, ഇല്ലേ? നമ്മൾ ഓണത്തെക്കുറിച്ചൊക്കെ ഒന്ന് അറിയണം. നമ്മുടെ ജീവിത രീതികളിൽ വന്നിട്ടുള്ള മാറ്റം, നമ്മളിപ്പോൾ മറുനാട്ടിലൊക്കെ കാണുന്ന ലൈഫ് സ്റ്റൈലിനെ അഡോപ്റ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ഭക്ഷണ രീതികളിൽ കുറെ മാറ്റം ഇപ്പോൾ വന്നിട്ടുണ്ട്. ഫാസ്റ്റ് ഫുഡ് കൾച്ചറിന്റെ ഭാഗമായിട്ട് അത്ര പെട്ടെന്നൊന്നും ദഹിക്കുന്ന ഭക്ഷണമാകണമെന്നില്ല. നമ്മൾ നമ്മുടെ രുചിക്ക് വേണ്ടിയിട്ട് പലതും വാങ്ങി കഴിച്ച് അത് നമ്മുടെ ആരോഗ്യത്തിനെ ബാധിക്കുകയും പലപ്പോഴും അസുഖങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നൊരു കാര്യമുണ്ട്. തിരിച്ച് നമ്മുടെ നാട്ടിലെ വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഓണസദ്യ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു നാക്കിലെ തുമ്പത്ത് അച്ചാറും പുളിയിഞ്ചിയും മോലനും കാളനും എലിശ്ശേരിയും പുളിശ്ശേരിയും
പച്ചടിയും കിച്ചടിയും ചോറും സാമ്പാറും രസവും മോരും പായസവും ഒക്കെ വിളമ്പുന്ന ഓണസദ്യ കഴിക്കുമ്പോൾ അത് നമുക്ക് രുചി നൽകുക മാത്രമല്ല, ആ പദാർത്ഥങ്ങൾ നമുക്ക് ആരോഗ്യം നൽകുന്നു. ഞാൻ ഈ ഉദാഹരണം പറഞ്ഞത്, നമ്മൾ മൊബൈൽ ഫോണിൽ, ഇന്റർനെറ്റിൽ, വാട്സാപ്പിൽ, ഫേസ്ബുക്കിൽ, ഇൻസ്റ്റാഗ്രാമിൽ, സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാടധികം സമയം ചെലവഴിച്ചുകൊണ്ട് മറ്റു നാടുകളിൽ നിന്നും മറ്റു ജീവിത സംസ്കാരങ്ങളിൽ നിന്നും അഡോപ്റ്റ് ചെയ്യുന്ന പല കൾച്ചർ നമ്മുടെ കാഴ്ചയെ, കേൾവിയെ, നമ്മുടെ വ്യക്തിത്വത്തെ രൂപമാറ്റം സംഭവിപ്പിക്കുമ്പോൾ നമ്മൾ മലയാളത്തെ മറക്കുന്നു, കേരളീയതയെ മറക്കുന്നു, നമ്മുടെ കേരള നാടിൻ്റെ പാരമ്പര്യത്തെ മറക്കുന്നു. ഇവിടുത്തെ കലകൾ ഒക്കെ ഓണമായിട്ടുണ്ടെങ്കിൽ പണ്ടത്തെ കാലം, ഇപ്പോഴത്തെ ടീച്ചേഴ്സിനൊക്കെ അറിയാം, ഈ തിരുവാതിരക്കളിയും കസേരക്കളിയും കുമ്പാട്ടിക്കളിയും പുലിക്കളിയും ഒക്കെ നമ്മുടെ നാട്ടിൽ വളരെ സജീവമാണ്. കുട്ടികൾ മുതിർന്നവരൊക്കെ അതിൽ പങ്കെടുക്കാറുണ്ട്. നമുക്ക് ഈ ഇന്റർനെറ്റിലും വീഡിയോ ഗെയിമിലും അഡിക്റ്റഡായി നിൽക്കുന്ന ഒരു മനസ്സുകൊണ്ട് പലപ്പോഴും അത്തരത്തിലുള്ള അവസരം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. നമുക്കതിനെ തിരിച്ചു പിടിക്കണം. എനിക്കറിയാം, കൂടുതൽ ഇംഗ്ലീഷ് ആയിരിക്കും നിങ്ങൾക്ക് പരിചയമുള്ള ഭാഷ, സംസ്കൃതം പഠിക്കുന്നവരുണ്ടായിരിക്കും, ഹിന്ദി പഠിക്കുന്നവരുണ്ടായിരിക്കും. പക്ഷെ മലയാളത്തിൽ ഇവിടെ നിന്നുകൊണ്ട് കുറച്ചു നേരം സംസാരിക്കേണ്ടി വന്നാൽ, മലയാളത്തിൽ കഥയോ കവിതയോ അവതരിപ്പിക്കേണ്ടി വന്നാൽ, മലയാളിത്വത്തെ, കേരളീയതയെ മുറുകെ പിടിച്ചുകൊണ്ട് ഓണം ആഘോഷിക്കുന്ന, മലയാളികളെന്ന് അഭിമാനിക്കുന്ന കുട്ടികളായിട്ട് വളരുവാൻ നിങ്ങൾക്ക് ഈ അവസരത്തിൽ ആശംസകൾ നേരുന്നു. ഈ ഓണാഘോഷത്തിന് അണിനിരുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും, ഇനി ഇതിലൂടെ പങ്കെടുക്കാൻ പോകുന്ന, കലകൾ അവതരിപ്പിക്കാൻ പോകുന്നവർക്കും, അവരെ അണിയിച്ചൊരുക്കിയ അധ്യാപകർക്കും അനധ്യാപകർക്കും PTA മെമ്പേഴ്സിനും എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.